മഹാനുഭാവന്റെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ മജ്‌ലിസിൽ നമുക്കൊരിക്കൽ കൂടി പങ്കെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. മഹാരഥന്മാരായിട്ടുള്ള ആരിഫീങ്ങളെയും ഔലിയാക്കളെയും ഒക്കെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് പരിശുദ്ധമായ ദീനിനോട് നമ്മൾ കാണിക്കുന്ന പ്രതിബദ്ധതയാണ്. ആ ആദരവിലൂടെയാണ് ദുന്യവിയും ഉഖ്റവിയുമായ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ആത്മീയമായ കാര്യങ്ങൾ വിസ്മരിക്കപ്പെടുകയും ഭൗതികതയ്ക്ക് വലിയ പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ഒരു അരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സയനിസം പൈശാചികത കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭീകര താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഗോള രാഷ്ട്രീയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയ എപ്സ്റ്റീൻ ഫയൽ എന്നതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന സയനിസ്റ്റ് ഭീകരന്റെ നേതൃത്വത്തിൽ ലോകത്തെ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതകൾ നമ്മുടെയൊക്കെ മനസ്സാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ചെറിയ പിഞ്ചു കൊണ്ടുകളുടെ ചുടുരക്തം കൊണ്ട് പൈശാചിക സേവ നടത്തി, ആഭിചാരം നടത്തി ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സയനിസം നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ ക്രൂരമായ വർത്തമാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൈശാചികത കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാൻ സയനിസം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൈശാചികതക്ക് പലരും വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ആ പൈശാചികതയെ പരാജയപ്പെടുത്താൻ ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് കഴിയില്ല, ആൾബലം കൊണ്ട് കഴിയില്ല, ആയുധങ്ങൾ കൊണ്ട് കഴിയില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണഭൂമിയിൽ 313ഓളം വരുന്ന മഹാരഥന്മാരായിട്ടുള്ള സഹാബത്തിനെ കൊണ്ട് സർവായുധ സജ്ജരായിട്ടുള്ള 1000-ലധികം വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തി പരിശുദ്ധമായ ദീനിന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പറിപ്പിച്ചത് ആയുധങ്ങൾ കൊണ്ടല്ല, ആൾബലം കൊണ്ടല്ല. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോറ്റ് നോമ്പ് തുറക്കാൻ പോലും കാരക്കച്ചീട് പോലും ലഭ്യമല്ലാത്ത പട്ടിണിയുടെ കാലത്ത് ആത്മീയതയുടെ ഊക്കുകൊണ്ട്, ഈമാനിന്റെ കരുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ വിജയം ഉയർത്തിക്കാണിക്കാൻ നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള പൂർവികർക്ക്, സഹാബത്തിന് സാധിച്ചുവെങ്കിൽ ആ സന്ദേശത്തെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട സന്ദർഭമാണ് നമ്മളൊക്കെയുള്ളത്. അതുകൊണ്ട് ഈമാന് കൊണ്ട് മാത്രമാണ്, ആത്മീയത കൊണ്ട് മാത്രമാണ് ഈ പൈശാചികതയെ മറികടക്കുവാനും പരാജയപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. ആ ആത്മീയതയുടെ പ്രകാശത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അവസരം ലഭിക്കുന്നത് ഈ മഹാന്മാരായിട്ടുള്ള ഔലിയാക്കളോട്, ആരിഫീങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട മഹത്തുക്കളുടെ കൂടെ സഹവസിക്കുമ്പോൾ ആത്മസംസ്കരണത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ആ ആത്മസംസ്കരണമാണ് മഹാരഥന്മാരായിട്ടുള്ള ഔലിയാക്കളും മശായിഖന്മാരും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി വസല്ല. ആത്മസംസ്കരണം സിദ്ധിച്ചവരാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ള ആളുകൾ. വലാ തഹ്നു വലാ തഹ്സനു വഅൻതുമുൽ അഅ്ലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ തന്നെയാണ് ലോകത്തെ ഉന്നതരായിട്ടുള്ള ആളുകൾ. നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾ അതിജയിക്കുവാൻ ഒരു സംവിധാനത്തിനും സാധ്യമല്ല. നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഈമാനിന്റെ വെളിച്ചം പ്രജ്വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത് പരിശുദ്ധമായ ദീനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ആത്മീയതയിലേക്ക്, അതിൻ്റെ വഴിയിലേക്ക് നടക്കേണ്ടുന്ന ഒരു കാലമാണ്. കാലം നമ്മെ വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാന്മാരെ സ്നേഹിക്കണം, ഔലിയാക്കളെ സ്നേഹിക്കണം, ആലിമീങ്ങളെ കേൾക്കണം, അവിടെ കൂടെ നിലകൊള്ളാൻ നമുക്ക് കഴിയണം. അതാണ് പരിശുദ്ധമായ ദീനിൻ്റെ വഴി.
അതാണ് മഹത്തുക്കളുടെ വഴി. ആ ആലിമീങ്ങളോട് ആരിഫീങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ സ്നേഹമാണ്, ആദരവാണ് ഒരു മനുഷ്യന്റെ വിജയ പരാജയങ്ങളെ നിശ്ചയിക്കുന്നത്. ലോകത്തെ പ്രഗത്ഭരായ ഔലിയാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ അവരുടെ ജീവിതത്തിൽ കാണിച്ച ആദരവിന്റെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉന്നതമായ വിലായത്തിന്റെ ദറജയിലേക്ക് ഉയർന്നത് നമുക്ക് കാണാൻ കഴിയും. ബഗ്ദാദിന്റെ തെരുവീതികളിൽ ഇങ്ങനെ മതോന്മത്തനായി കള്ളു കുടിച്ച് നടന്നിരുന്നൊരു മനുഷ്യൻ അദ്ദേഹം പോകുന്ന വഴിയിൽ ഒരു കടലാസു കഷ്ണം കാണുകയാണ്. വളരെ ആശ്ചര്യത്തോടുകൂടി കൗതുകത്തോടുകൂടി ആ കടലാസു കഷ്ണം എടുത്ത് പരിശോധിച്ചപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മതി രേഖപ്പെടുത്തിയത് കാണുകയാണ്. അദ്ദേഹം ആ കടലാസു കഷ്ണം കണ്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു പോയി, പടച്ചോനെ, ഞാൻ മുഴുസമയം കള്ളുകുടിയനാണ്, ഞാൻ വ്യഭിചാരിയാണ്, ജീവിതമാസകലം പാപങ്ങൾ കൊണ്ട് നിറച്ചതാണ്. പക്ഷേ ഈ വഴിയോരത്ത് പൊടിമണല് പിടിച്ചു കിടക്കുന്നത് നിന്റെ പരിശുദ്ധമായ ഇസ്മ രേഖപ്പെടുത്തിയ ഒരു കടലാസാണല്ലോ, ഇതിങ്ങനെ കിടക്കേണ്ടതല്ല എന്ന് അദ്ദേഹം ചിന്തിക്കുകയും ആ കടലാസു കഷ്ണം എടുത്തുകൊണ്ട് അദ്ദേഹം ആർക്കും അത്ര പെട്ടെന്ന് കൈയടക്കാൻ കഴിയാത്ത വിധത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. അന്ന് രാത്രി ആ മനുഷ്യൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തിന് ഒരു വിളിയാളം ഉണ്ടാകുകയാണ്. യാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു. പിന്നീട് ചരിത്രം പിടിച്ച ആ മഹാനുഭാവൻ സ്വപ്നത്തിൽ കാണും, നിങ്ങൾ അല്ലാഹു ശുദ്ധീകരിച്ചിട്ടുണ്ട്, എന്റെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമത്തെ ശുദ്ധീകരിച്ചത് കാരണത്താൽ നിങ്ങൾ അല്ലാഹു സംശുദ്ധമാക്കിയിട്ടുണ്ട് എന്ന ഒരു വിളിയാളം അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു. ആ മനുഷ്യനാണ് ഇന്നത്തെ ആത്മീയ ചക്രവാളത്തിൽ ഇന്നും പ്രചരിച്ചു നിൽക്കുന്ന മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പൂർവികരുടെ ചരിത്രം പരിശോധിച്ചാൽ ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട്, സ്നേഹം കൊണ്ട്, അദബ് കൊണ്ട് വിലായത്തിന്റെ ഉന്നതമായ ദറജയിലേക്ക് നമുക്ക് എത്തിപ്പെട്ടത് കാണാൻ കഴിയും. അതാണ് അഹ്ലുസ് സുന്നയുടെ മാർഗം. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയതൊക്കെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവനോടുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഭാഗമാണ്. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ ആദരവും ഈ ബഹുമാനവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധമായ ദീനിന്റെ അടിത്തറ പൊളിഞ്ഞു പോവുകയാണ്. ഇതാണ് പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനം. ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ മൂല്യങ്ങളെ ഇവിടെ തച്ചു തകർക്കാൻ കടന്നു വരുന്ന ബിദ്അത്തിന്റെ ശക്തികൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് പൂർവസൂരികളായിട്ടുള്ള ആലിമീങ്ങൾ, സദാത്തുക്കൾ, മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. സമുദായത്തിനകത്ത് ഭിന്നിപ്പുണ്ടാക്കി, ആദർശപരമായ വിഭജനങ്ങൾ ഉണ്ടാക്കി, സമുദായത്തെ തമ്മിലടിപ്പിക്കുന്ന ഭിന്നിപ്പിന്റെ ആരൂപങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോ അഹ്ലുസ് സുന്നയുടെ മാർഗത്തിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ അനുഗ്രഹീതമായ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അഹ്ലുസ് സുന്നയെ, അതിന്റെ പ്രകാശത്തെ ഇവിടെ കെടാതെ വാടാതെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മഹത്തുക്കളായ ആലിമീങ്ങളുടെ കൂടെ നിന്ന് ഈ സംഘശക്തിക്ക് കരുത്തു പകരാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ നമ്മൾ ഓരോ ആളുകളും ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അഭിവന്ദനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടക്കമുള്ള പ്രഗത്ഭരായ സദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും ഒക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറൽ അസീസ് മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടുകൂടി ആഫിയത്തോടുകൂടി അല്ലാഹുവിന്റെ ത്വഅത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളടക്കം നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തിഷ്ടമായ സാഹചര്യം എത്രയും പെട്ടെന്ന് അവസാനിച്ച് ലോകത്ത് അല്ലാഹു സമാധാനം കൊണ്ടുവരട്ടെ. നമ്മുടെ ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിനു വേണ്ടി ഓടി നടക്കുന്ന, കഷ്ടപ്പെടുന്ന ബഹുമാന്യരായ നമ്മുടെ നേതാക്കൾ, സംഘാടകർ, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ, അല്ലാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരുപാടാണ് ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ നമ്മൾ അനുസ്മരിച്ചവർ. അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നാളെ സ്വർഗീയമായ ലോകത്ത്
അവരെ നമ്മയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.